MRC ഗ്യാങ്ങിന് എന്ത് സംഭവിച്ചു? MRC ഗ്യാങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊപ്പി, മമ്മു, ഷമീർ, റാംബോ, മുന്നു അങ്ങനെ കുറെ പേരുടെ ഒരു വലിയൊരു ഗ്യാങ് ആണ്. അവരൊരു വീട്ടിൽ ഒത്തുകൂടിയിട്ട് ലൈവ് സ്ട്രീമിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് തകർക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര എന്റർടൈനിങ് ആണ്. എന്നാൽ ചില സമയത്ത് ഓക്വേർഡ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഭയങ്കര ആം, എന്താ പറയുന്ന ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. വളരെ രസകരമായിട്ട് അതൊക്കെ ആസ്വദിച്ച് പോകാൻ ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കാണുകയാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഗ്യാങ് പിരിഞ്ഞിരിക്കുകയാണ്. ആ ഗ്യാങ് പിരിഞ്ഞിട്ട് ഇപ്പോൾ ഷമീറും മമ്മുവും ഇപ്പോൾ ലൈവിലൊക്കെ വന്നിട്ട്, ലൈവിലല്ല അവരൊരു വ്ളോഗ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന തൊപ്പി എന്ന് പറയുന്ന വ്യക്തി, നിഹാദ് എന്ന് പറയുന്ന തൊപ്പിക്ക് മറ്റൊരു മുഖമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ ഓൺ സ്ക്രീൻ കാണുന്ന, ഓൺ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത്. എന്തായാലും ആദ്യം നമുക്കൊന്ന് കാണാം ഒരു വീഡിയോ. ഞാനിപ്പോൾ അവിടെ 2 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവര് ഭയങ്കര ഹാപ്പി, ഇവര് നല്ല വൈബും, ഇവരെ ഗ്യാങ്ങിൽ എനിക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമന്റ്സും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനക്കും വരുത്തുന്നുണ്ട്, എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റും, നിങ്ങളെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, അനക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നെ വെച്ചോക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ അനക്ക് ഒരു ഹാപ്പി നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം മമ്മു എന്ന് പറയുന്ന അതൊരു പയ്യനായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം വളരെ ആ ഗ്യാങ്ങിലെ തന്നെ ഏറ്റവും ചെറുതും അത്യാവശ്യം ഗുണ്ടോണിയായിട്ടുള്ള ഒരു പയ്യൻ അതിലേൽ ഓടി നടക്കുന്നു. അവൻ്റെതായ രീതിയിൽ ഇവർ പറയുന്ന അനുസരിച്ച് താളം തുള്ളി തമാശകൾ കളിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അവന്റെ സങ്കടം, അതായത് അവൻ പറയുന്നത് തൊപ്പിയുടെ അണ്ടർവെയർ വരെ കഴുകി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ്. ഒരു വീട്ടില് എന്തൊരു ഗതികേടാന്ന് നോക്കി. എന്നിട്ട് മാത്രമല്ല 10 പൈസ കൊടുക്കുന്നില്ല. അത് ഏറ്റവും രസകരമായ കാര്യം, രസമല്ല ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാർക്കും പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വീട്ടിൽ ഇവർ 2-2.5 കൊല്ലമായിട്ട് നിൽക്കുമ്പം കൂട്ടത്തിലുള്ള തൊപ്പി വളരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അതിൻ്റെ അകത്തൊരു ഭാഗമാണ്. കാരണം തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ്ങിൽ എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തും അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെയാണ്. തൊപ്പി അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കമൻസിനൊക്കെ ചീത്തവിളിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കൽ, പിന്നെ ഗെയിമിങ് പരിപാടി. അപ്പം ഇതൊക്കെ ഒന്ന് തൊപ്പിയുടെ കൂടെ പരിപാടികൾ കളറാക്കണം എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം വേണം. ഇവർ ആ ഒരു ഗ്യാങ്ങിലുള്ള ആളുകളെല്ലാം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ വളരെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വിഷമാകുന്ന കാര്യമാണ്. കാരണം ആ ഒരു ഗ്യാങ് തെറ്റിപ്പോവുക എന്ന് പറയുന്നത്. മാത്രമല്ല എന്തുവാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്ന തൊപ്പി? അതായത് നിങ്ങളുടെ കൂടെയുള്ള ആളല്ലേ ഈ ഷമീർ എന്ന് പറയുന്ന ആളാ. പുള്ളി ഇതുപോലെ ഈ ഗ്യാങ് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ കൂട്ടുകാരനായിട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹം വന്ന സമയത്ത് ആ ഒരു അല്പം പണം ചോദിച്ചപ്പോഴത്തേക്കും, അതോ അവൻ ലൈവ് സ്ട്രീം ചെയ്യുക, അവൻ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്ത ലൈവ് സ്ട്രീമും ചെയ്ത പൈസേനൊക്കെയാണ് ചോദിക്കുന്നത്. അതിന് പൈസ കൊടുക്കുകയല്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമല്ലേ. തൊപ്പിയുടെ ഇമേജ് തന്നെ വളരെ, അല്ലെങ്കിൽ തന്നെ തൊപ്പിയുടെ ഇമേജ് തുടക്കത്തിൽ ഭയങ്കര ശോകമായിരുന്നു. പിന്നീട് അവനത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അതൊരു ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു. ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യം. തൊപ്പി അത് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് അത് അവൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നമായിരുന്നു. പിന്നീട് ഇവരെല്ലാം വന്നു. പിന്നീടാണ് അത് ഭയങ്കര ഫ്ലറിഷായി വന്നത്. പക്ഷേ ഇപ്പം അവൻ്റെ ആ ഒരു ഇമേജിന് ഒരു ബ്രേക്ക് വീഴുന്ന ഒരു അവസ്ഥ, അതായത് ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഷമീർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 3-4 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും, അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാണ് സിസ്റ്റർ, ഇതാണ് ഒരു പൈസ, ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എത്ര വന്നാൽ എന്തോന്നടേ ഇത് ഈ പറയുന്നതൊക്കെ കേട്ടില്ലേ? അതായത് അവർ കൂടെ നിന്നവർക്ക് അതിൻ്റെതായ, അതായത് കൂടെ നിൽക്കുന്നവനെ മനസ്സിലാക്കാത്തവൻ എങ്ങനെയാടാ ഒരു യഥാർത്ഥ സുഹൃത്താകുന്നത്? അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന് നമ്മൾ കൂടത്തിൽ നമ്മുടെ കൂടെ ഉള്ളവരെ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കാണണം, അല്ലാതെ അടിമകളെ പോലെ കാണരുത്. ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ആ വീഡിയോ ഫുള്ള് കണ്ട് അതിനകത്ത് അവർ പറയുന്നതനുസരിച്ച് അവരെ ഒരു എന്താ പറയുക, പട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം
മമ്മു എന്ന് പറയുന്ന വ്യക്തി അത് അവനൊന്നും എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രായമൊക്കെ ഭയങ്കര കുറവാണ്. ആ പയ്യനൊക്കെ ഇട്ടാണ് ഈ ഇതുപോലത്തെ പരിപാടിയെല്ലാം കാണിച്ചത്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് തൊപ്പിയുടെ അതായത് ഈ നിഹാദിന്റെ കാമുകയോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടോ ആരോ ഈ മമ്മൂനോട് പോയി തൊപ്പിയുടെ അണ്ടർവെയർ കഴുകാനൊക്കെ പറയുന്ന ഒരവസ്ഥയെന്നൊക്കെ പറയുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ത് മോശമാടാ കാണിച്ചു വെച്ചേക്കുന്നത്. നീയൊക്കെ ലൈവ് സ്ട്രീമിൻ്റെ അകത്ത് വന്നിരുന്ന് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ട് അവസാനം ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണല്ലോ ഡേ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, കാരണം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പരിപാടികളെല്ലാം ഭയങ്കര കളർ പരിപാടിയാണ്. വളരെ വളരെ ഭയങ്കര കളറാണ് നിങ്ങളുടെ പരിപാടികളെല്ലാം കാണാൻ. കളർഫുൾ എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ വീഡിയോ കാണാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു എല്ലാവരും കൂടെ കൂടിയുള്ള രസകരമായ സംസാരവും കാര്യങ്ങളും എല്ലാം ആണ്. ഇതിനകത്ത് പല പല കാര്യങ്ങൾ വരും, പല ആസ്പെക്ട്സിൽ പല കാര്യങ്ങൾ വരും. പക്ഷെ അതെല്ലാം കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് നിങ്ങളുടെ പരിപാടികളൊക്കെ കാണാൻ. പക്ഷേ ഇതൊക്കെ ഇപ്പം ഇവർ വന്നിരുന്ന് പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഒരു സാധനം എവിടെയോ നിഹാദിന് നഷ്ടപ്പെട്ടതായിട്ടാണ് ഇവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കാണുന്നത്. കാരണം അടിമകളെ പോലെ ഒക്കെ കാണുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അത് കേൾക്കുമ്പം തന്നെ. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ യൂട്യൂബ് കാണുമ്പം, അതായത് ജെൻസി പിള്ളേർ മുതൽ ചില സമയങ്ങളിൽ മുതിർന്ന ആളുകൾ വരെ ഈ യൂട്യൂബിൽ ഇവരുടെയൊക്കെ തൊപ്പിയുടെയൊക്കെ ലൈവും വീഡിയോസൊക്കെ കാണുന്നത്. അത് അവർ എത്ര നേരം സ്ട്രീം ചെയ്താലും അത്രയും നേരം വരെ കാണാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ പട്ടിയെ പോലെയാണ് കാണുന്നതെന്ന് പറയുന്നത്. ബാക്കി ഇനി ഒരു വീഡിയോയുടെ പ്ലേ ചെയ്യാം. ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓന് എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസയല്ലേ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ MRC ഗ്യാങ് കൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത്? തൊപ്പിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, നിഹാദിന് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. പുള്ളി പക്കയായിട്ട് അതിൻ്റെ ഇമേജ് എല്ലാം പുള്ളിക്ക് ആ ക്രെഡിറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവർ തന്നെ ലൈവിൽ പറയുന്നുണ്ട്, മമ്മു ആണെങ്കിലും ഷമീർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ, ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് തൊപ്പിയുടെ കൂടെ വന്നതിന് ശേഷമാണെന്ന്. ആ ഒരു കാര്യം കറക്റ്റാണ്, ശരിയാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അവർ ആ ഒരു ലൈവ് വീഡിയോ ചെയ്തപ്പോൾ പോലും അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുമ്പോൾ പോലും അവർക്ക് യൂട്യൂബിൽ നിന്ന് ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ടീംസാണ്. അതുകൊണ്ട് ഷമീർ ആണെങ്കിലും മമ്മു ആണെങ്കിലും മമ്മുവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഓടിട്ട വീട്, ചോരുന്ന വീട്, അങ്ങനെ ഒരു വീടിനെ കുറിച്ചൊക്കെ സങ്കല്പിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പല ആൾക്കാരും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് മമ്മൂൻ്റെ വീട് എന്നിട്ട് ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള തൊപ്പിയുടെ കൂടെ നിന്നിട്ട് മമ്മൂൻ്റെ വീടിൻ്റെ ഓട് മേഞ്ഞു കൊടുത്തത് പോലും പഞ്ചായത്തുകാരാണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു നിഹാദെ നാണക്കേടാ കേട്ടോ. കൂടത്തെ നിൽക്കുന്നത് നീ കോടികളും അല്ലെങ്കിൽ അതായത് നല്ലതാണ്, നീ ഉണ്ടാക്കിയ പൈസയൊക്കെ നിന്റെ അധ്വാനം കൊണ്ട് നിന്റെ നീ വർഷങ്ങളുടെ ഒരു കെട്ടിപ്പടുത്ത നിന്റെ ഒരു ഇമേജും കാര്യങ്ങളും എല്ലാം കൊണ്ടുമാണ്, നിന്റെ അധ്വാനം തന്നെയാണ്. പക്ഷെ അന്നേരം ഓർക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കൂടത്തിൽ നിന്നതാണ് ഈ പറയുന്ന ഷമീർ, മമ്മു, മുനു, അതുപോലെ തന്നെ റാംബോ, അങ്ങനെ പല ആൾക്കാരും. ആ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരെല്ലാം. അപ്പം അവരെയും കൂടെ കാണണ്ടേ? ഇത് ഭയങ്കര ശോകമാണ്. ഇതിപ്പം ഭയങ്കര ശോകമാണ് കേട്ടിട്ട്. ഇതിപ്പം അവരെ എന്താ പറയുന്നത്, ഷമീറിനെ ഈ പറയുന്ന പോലെ മമ്മൂനെയും ഒക്കെ ലൈവിലോ അല്ലെങ്കിൽ അവരുടെ വ്ളോഗിലൊക്കെ വന്ന് തെറി പറയുന്ന ആൾക്കാർ മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഓരോരുത്തരും ഇൻഡിവിജ്വലി ചിന്തിക്കുക, എനിക്ക് മനുഷ്യപ്പറ്റുണ്ടോ, ഇവരോട് നിഹാദ് ചെയ്ത കാര്യം ശരിയാണോ എന്നുള്ളതൊക്കെ. ഇവർ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവരോട് നിഹാദ് ചെയ്ത് ഭയങ്കര ശോകമാണ്. പക്ഷേ ഇതിൻ്റെ മറുപുറം കൂടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇത് വൺ സൈഡാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതായത് നിഹാദിന് എന്താണ് പറയാനുള്ളതെന്നും കൂടെ കേൾക്കണം. കാരണം ഇപ്പം ഈ ലൈവിൻ്റെ അകത്ത് ഇവർ പറയുന്നത് കേട്ടിട്ട് ഇവർ പക്ക ജെനുവിനാന്ന് തോന്നുന്നു. ആ മമ്മൂൻ്റെ ഒക്കെ ഫേസ് കണ്ടിട്ട് തന്നെ ഭയങ്കര സങ്കടം വരുന്നത്. കാരണം പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുള്ളിയുടെ ഫേസിൽ അതായത് മുഖത്തേക്ക് കാല് വെച്ച് ചവിട്ടി എന്നൊക്കെ നിഹാദ് മമ്മൂനിട്ട് അവൻ്റെ മുഖത്തേക്ക് കാല് വെച്ച് ചവിട്ടി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കേട്ടിട്ട് തന്നെ ഭയങ്കര
ഭയങ്കര വിഷമം തോന്നി. കാരണം അങ്ങനെയല്ല, ഒരു വീടാകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, കൂട്ടുകാരാകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകണം. ഇത് സോർട്ട് ഔട്ട് ചെയ്യാതെ എന്നും മറ്റേ ചാട്ടയുമായിട്ട് അടിയടാ ഓടറാ ചാടറാ. അവന്മാർ അണ്ടർവെയർ ഇട്ട് വരെ ഈ നിഹാദിൻ്റെ ലൈവിൽ വന്ന് തുള്ളിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നിഹാദിനോടുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതായത് നിഹാദ് ഇപ്പോൾ നന്നാകുന്ന ഒപ്പം തന്നെ ഇവർക്കും എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഒരു വീഡിയോയുടെ പ്ലേ ചെയ്യാം. 2-2.5 വർഷത്തോളായിട്ട് അങ്ങനെയാണെങ്കിൽ അതുമെല്ലാം സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എൻ്റെ വില പോകുന്ന കേസാ. ഓൻ്റെ വില പോകുന്ന കേസാ പോലും എൻ്റെ വീടും എൻ്റെ. കാരണം ഞാൻ ഉമ്മ സത്തിട്ട് പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. നിങ്ങൾക്ക് അത്രയും സംശയം കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഷഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഈടെ ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5,000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണം. ആക്ച്വലി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ വിഷമിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നത്. കാരണം പൊന്നുപോലെ കൊണ്ടു കടന്നിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അവർ പൊന്നുപോലെ കണ്ടിരുന്ന ഒരാൾ, അവരെ ആ ഒരു രീതിയിൽ ഒരു തേച്ച ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ളവർക്കും ഇതേ അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇനിയാകാം കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവർ ഓരോരുത്തരും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് റിവീൽ ചെയ്യണം. അല്ലാത്ത പക്ഷം തൊപ്പി അല്ലെങ്കിൽ നിഹാദ് സമർത്ഥിക്കണം. ഇവർ പറയുന്നതൊക്കെ വളരെ എന്താ പറയുന്നത്, ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ ഇമേജ് ഇപ്പം അത്യാവശ്യം തൊപ്പി ഇപ്പം അത്യാവശ്യം സിനിമ, ആൽബം പരിപാടികൾ, അത്യാവശ്യം പണം പരിപാടിയില്ല. അപ്പം അങ്ങനെ വളർന്നു വന്നപ്പം അസൂയ കൊണ്ട് ഇവർ പറഞ്ഞതെന്നുള്ള രീതിയോ, അല്ലെങ്കിൽ ആ വളർച്ച ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇവർ പറഞ്ഞ ആണെന്നുള്ള രീതിയിലോ തൊപ്പി സമർത്ഥിക്കേണ്ടി വരും. കാരണം സമർത്ഥിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നത്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിഹാദ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത്രയധികം പ്രേക്ഷകരുടെ ഒരു പിന്തുണ, അതായത് ഇത്രയധികം ഫോളോവേഴ്സിൻ്റെ പിന്തുണയുള്ള ഒരാളെന്ന നിലയിൽ ഇത്രയധികം ആളുകൾ നമ്മളൊക്കെ വാച്ച് ചെയ്യുന്ന അനുസരിച്ചാണല്ലോ, നമ്മളൊക്കെ ഇവരുടെ വീഡിയോസ് കാണുന്ന അനുസരിച്ചാണല്ലോ ഇവരുടെ ആ റീച്ചും കാര്യങ്ങളല്ല. ഇത്രയേറെ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ച, അതായത് നിങ്ങൾ ചെയ്ത കൂടെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കും ഇതൊന്നും അറിയണം. ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഇതിപ്പം ഭയങ്കര ശോകമായി. ഇപ്പം ഇത് ഇച്ചിരി താമസിച്ചാണേലും അവരുടെ ആ ഒരു 40 minutes ഉള്ള വീഡിയോ ഫുള്ള് പ്ലേ ചെയ്ത് നോക്കി, മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സംസാരിച്ചതെല്ലാം. ഇനി ഇതിൻ്റെ മറുവശം എന്താണെന്നുള്ളത് നിഹാദ് പറയണം. നിഹാദിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്നുള്ളത്, ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്ക് ഇപ്പം ഈ കാണുന്ന അനുസരിച്ച്, ഈ പിള്ളേർ പറയുന്ന അനുസരിച്ച് ഇവരുടെ ഭാഗത്ത് ന്യായം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷമീറും മമ്മുവും പറഞ്ഞതിൻ്റെ അകത്ത് ന്യായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലാന്നുള്ളവർക്ക് വേറൊരു മറുവശം, അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ടല്ലാത്ത ആളുകളും ഉണ്ടാവും. എന്തായാലും നിഹാദിനി എനിക്ക് തോന്നുന്ന സിനിമയോ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. ഇപ്പം പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ളൊരു മറുപടിയും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ഇതിപ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര ജെന്യൂൻ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്.